നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. അഞ്ചേരി ബേബിയുടെ വാർഷിക അനുസ്മരണ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. PC വിഷ്ണുനാഥ് MLA പുഷ്പാർച്ചന നടത്തി. KSRTC തൊടുപുഴ ഡിപ്പോ ഗ്യാരേജ് ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പും നടന്നു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെയും ICDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞാർ അംഗൻവാടിയിൽ ICDS വാരാഘോഷവും കൗമാര കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 15 മുതൽ കരിങ്കൽ ക്വാറികളും ക്രഷറുകളും പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഓൾ കേരള കരിങ്കൽ ക്വാറി അസോസിയേഷൻ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. അഞ്ചേരി ബേബിയുടെ 30ാം വാർഷിക അനുസ്മരണ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. PC വിഷ്ണുനാഥ് MLA പുഷ്പാർച്ചന നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, KV സിദ്ധാർത്ഥൻ, യൂത്ത് കോൺഗ്രസ് ലോക്സഭാ പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, ജാഫർ ഖാൻ മുഹമ്മദ്, NI ബെന്നി, VA ജിന്ന, ജിയോ മാത്യു, മുഹമ്മദ് അൻഷാദ്, പ്രമോദ് പുളിങ്കുഴ, ഷാഹുൽ ഹമീദ്, TL അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യ ആസൂത്രകനായിരുന്ന നേതാവ് തന്നെയാണ് എന്നുള്ളത് മറ്റു കൊലപാതകങ്ങളിൽ നിന്നും ഇത്തരമൊരു രാഷ്ട്രീയ കൊലപാതകത്തെ വ്യത്യസ്തമാക്കുകയാണ്. MM മണിയുടെയും ജയചന്ദ്രന്റെയും നേരിട്ടുള്ള ആസൂത്രണത്തിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അഞ്ചേരി ബേബിയുടെ കൊലപാതകം നടന്നത് എന്നത് ഇപ്പോൾ വെളിവായി വരികയാണ്. എന്തൊരു അപമാനമാണ്! നിസ്വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന നേതാവ് നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ പാർട്ടിയുമായും നിയമോപദേശകരുമായും ചർച്ച ചെയ്ത് തുടർ നടപടികളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MM മണി പറഞ്ഞു. അഞ്ചേരി ബേബി വധക്കേസിൽ നുണപരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകുവാനുള്ള തീരുമാനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ടീസ് കാണിച്ചതിന് എന്ത് വേണമെന്നുള്ള കാര്യമൊക്കെ വക്കീലന്മാരുണ്ട് ആലോചിച്ച് എനിക്കറിയത്തില്ല നുണപരിശോധനയുടെ കാര്യം. അതുകൊണ്ട് നുണപരിശോധനയ്ക്ക് പോകണോ വേണ്ടോ എന്നുള്ള കാര്യം നിയമജ്ഞന്മാരുമായി ആലോചിച്ച് KSRTC തൊടുപുഴ ഡിപ്പോ ഗ്യാരേജ് ലോറി സ്റ്റാൻഡിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PJ ജോസഫ് പുതിയ ഡിപ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PT തോമസ് MP, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, മുനിസിപ്പൽ കൌൺസിലർമാർ, KSRTC ഉദ്യോഗസ്ഥർ, വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാഴാഴ്ചയോടുകൂടി ഷിഫ്റ്റിംഗ് പൂർത്തിയാകുമെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. 25-ന് പുതിയ ഗ്യാരേജ് നിർമ്മാണം ആരംഭിക്കും. അകാരണമായി കാഞ്ഞാർ SI മർദ്ദിച്ചതായി പരാതി. കാഞ്ഞാർ എടഞ്ഞാലിൽ സോജനാണ് കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും മർദ്ദനമേറ്റത്. വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസി പരാതി നൽകുകയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയുമായിരുന്നു. ഭാര്യയോടൊപ്പം എത്തിയ സോജനെ ഭാര്യയോട് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടതിനു ശേഷം പോലീസ് മർദ്ദിക്കുകയായിരുന്നു. കാഞ്ഞാർ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, എന്നെയും കുടുംബത്തെയും കൂടെ സ്റ്റേഷനകത്ത് വിളിച്ചു വരുത്തി. അല്പം കഴിഞ്ഞ് കുടുംബത്തോട് പറഞ്ഞു ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇറങ്ങിയ ഉടനെ എടുത്തിട്ട് തെറിയും പറഞ്ഞ് ഇടിക്കുകയും ഇവിടെ കഴുത്തിന് ചങ്കിന് ഇടിച്ചുകൊണ്ട് ശരിക്കും വേലി നിന്നെ അകത്തോട്ട് ഞാൻ കയറ്റി വിടും, കേസ് പരാതിയാണ്. ശബരി റെയിൽപാത അനിശ്ചിതത്വത്തിൽ. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം പദ്ധതി ഇഴയുകയാണ്. 24 വർഷം മുമ്പാണ് ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ജോലികൾ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചത്. ഇത് സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ട് തന്നെ 10 വർഷങ്ങൾ പിന്നിട്ടു. എന്നാൽ അനുകൂല തീരുമാനങ്ങളൊന്നും മാറി മാറി വന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അങ്കമാലി മുതൽ പമ്പ വരെ നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെന്റ് നിരവധി തവണ മാറ്റി. ഇതുവരെ റെയിൽപാതയ്ക്കായി അനുവദിക്കപ്പെട്ട ബജറ്റ് അലോട്ട്മെന്റിൽ 4ൽ 3 ഭാഗവും സംസ്ഥാന സർക്കാർ ലാപ്സാക്കുകയാണെന്നാണ് ശബരി റെയിൽവേ സംരക്ഷണ സമിതിയുടെ ആരോപണം.
ആയിരക്കണക്കിന് യാത്രക്കാർക്കും ലക്ഷക്കണക്കിന് ശബരിമല തീർത്ഥാടകർക്കും ഗുണകരമാകുന്ന ശബരി റെയിൽവേയുടെ കാര്യത്തിൽ സർക്കാർ വീണ്ടും വിചാരം നടത്തണമെന്നാണ് ശബരി റെയിൽവേ സംരക്ഷണ സമിതിയുടെ ആവശ്യം. PBC ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ബിനുവിനൊപ്പം ആതിര സുധാകരൻ. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പും നടന്നു. തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനും പല അവസരങ്ങളുണ്ട്. വെറുതെ ഒരു റിട്ടയർമെന്റ്. മറ്റൊന്ന്, ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാമാന്യം മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊടുപുഴ മോറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സിനിമാ പരിചയ ക്യാമ്പ് നടത്തി. തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ മാത്രമല്ല, ഒട്ടേറെ മാധ്യമങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് മനുഷ്യനെ സ്വാധീനിക്കാൻ വലിയ സ്വാധീന സാധ്യതയുള്ളതാണ്. ഈ മാധ്യമങ്ങൾക്കെല്ലാം വലിയ സ്വാധീനമുണ്ട്. സിനിമയ്ക്കും ആ സാധ്യതയുണ്ട്. സിനിമ നന്മയെ പ്രതിദാനം ചെയ്യാം. നല്ല കാര്യങ്ങൾ നമ്മളിത് ചിന്തിക്കാൻ സാധിക്കും. നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ സാധിക്കും. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെയും ICDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഞ്ഞാർ 90-ാം നമ്പർ അംഗൻവാടിയിൽ സബല പദ്ധതിയുടെ ഭാഗമായി ICDS വാരാഘോഷവും കൗമാരക്കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. ഇളന്തേശം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോനിച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികൾ എല്ലാ അംഗൻവാടികളിലും ഈ പറയുന്ന 13 തൊട്ട് 17 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ അംഗൻവാടികളിലും ഇത്തരത്തിലെ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ബോധവൽക്കരണ ക്ലാസുകളും ആഘോഷ പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയുടെ ഒരു വാർത്തെടുക്കലിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും അംഗൻവാടികളും. ആളുകൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച ന്യൂട്രിനോ പദ്ധതിയുടെ മറവിൽ ഭൂമാഫിയ സജീവമാകുന്നു. പുട്ടിപ്പുറം ഗ്രാമത്തിലാണ് ഭൂമാഫിയ വൻതോതിൽ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുന്നത്. മുൾച്ചെടികൾ മാത്രമുള്ള ജനവാസമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ഈ മലയടിവാരം. തീർത്തും അവികസിതവും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമായ മേഖല പക്ഷേ ഇന്ന് ഭൂമാഫിയയുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ന്യൂട്രിനോ പദ്ധതി ആരംഭിക്കുന്നതോടെ ഉണ്ടാകാനിടയുള്ള വികസനമാണ് ഭൂമി വിൽപ്പനക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ഗ്രാമീണരിൽ നിന്നും ഭൂമി കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കി പ്ലോട്ട് തിരിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്നു. ആരാണ് ഭൂമി വാങ്ങിയതെന്നോ എന്താവശ്യത്തിനാണെന്നോ ഇവിടെയുള്ളവർക്ക് അറിയില്ല. ന്യൂട്രിനോ പദ്ധതി സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അവസരം മുതലാക്കാൻ ഭൂമാഫിയകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ഗ്രാമീണരിൽ നിന്നും വളരെ വില കുറച്ച് സമീപ പ്രദേശത്തെ പ്ലോട്ടുകൾ ഇവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. പുട്ടിപ്പുറം ഗ്രാമത്തിൽ നിന്നും ക്യാമറമാൻ സാഗറിനൊപ്പം വിഷ്ണു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 15 മുതൽ കരിങ്കൽ ക്വാറികളും ക്രഷറുകളും പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഓൾ കേരള കരിങ്കൽ ക്വാറി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്രഷർ ആൻഡ് ക്വാറി അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നിർമ്മാണ മേഖലയിലെ അത്യന്താപേക്ഷിതമായ ഈ കരിങ്കല്ല് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായത്തെ ഗവൺമെൻറ് സംരക്ഷിക്കുക, ഈ മൈൻസ് ആക്റ്റിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുക. അതുപോലെ ഇപ്പോൾ പുതുതായി സംസ്ഥാനത്ത് പഴം പച്ചക്കറി വില കുതിക്കുന്നു. അടുത്തിടെ തമിഴ്നാട്ടിൽ വീശിയടിച്ച നീലം കൊടുങ്കാറ്റിന്റെ മറവിലാണ് ഇത്തവണ പച്ചക്കറി വിപണിയിൽ കൃത്രിമക്ഷാമവും വിലക്കയറ്റവും ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി വരവ് കുറഞ്ഞതോടെ സംസ്ഥാനത്ത് പഴം പച്ചക്കറി വില കുതിക്കുന്നു. അടുത്തിടെ തമിഴ്നാട്ടിൽ വീശിയടിച്ച നീലം കാറ്റിന്റെ പേരിലാണ് പച്ചക്കറി വിപണിയിൽ കൃത്രിമക്ഷാമവും വിലക്കയറ്റവും ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിൽ മാത്രം വീശിയടിച്ച